നമ്മളിൽ പലരുടെയും ഉള്ളിൽ വേരുറച്ചുപോയൊരു കളയുണ്ട്. നമ്മൾ പലപ്പോഴും പറിച്ചു കളയാൻ പോലും ശ്രമിക്കാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കള. നമ്മളെക്കാൾ ശാരീരികമായോ ബൗദ്ധികമായോ സാമ്പത്തികമായോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വീക്കായിട്ടുള്ളവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്ന നമ്മുടെ ഉള്ളിലെ ചിന്തയാണ് ആ കള. നമ്മുടെ ഉള്ളിലെ ഈ കള മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇത് പറിച്ചു കളയേണ്ടതിന്റെ ആവശ്യകത എന്നിവയൊക്കെ സിംബോളിക്കായി ചർച്ച ചെയ്യുന്ന സിനിമയാണ് രോഹിത് VSന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കള. ഇതൊരു അനാലിസിസ് ആയതുകൊണ്ട് വീഡിയോയിൽ സ്പോയിലർ ഉണ്ടായിരിക്കും. മിക്കവാറും സിനിമകളിൽ 2 ലേയേഴ്സ് ഉണ്ടാകും. സിനിമയിൽ നമ്മൾ ഡയറക്റ്റായി കാണുന്ന മുകളിലെ ലെയറും ഇൻഡയറക്റ്റായി ഡയറക്ടർ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന സബ് ടെക്സ്റ്റിന്റെ ലെയറും. ഒരാൾ മറ്റൊരാളുടെ പട്ടിയെ കൊല്ലുന്നു, മറ്റേയാൾ അതിന് പ്രതികാരം വീട്ടുന്നു. നല്ല ആക്ഷൻ രംഗങ്ങളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്ന ഈ പ്രതികാരത്തിന്റെ കഥയാണ് കളയിലെ മുകളിലത്തെ ലെയർ. എന്നാൽ കളയിലെ സബ് ടെക്സ്റ്റിന്റെ ലെയർ പല രീതിയിൽ വായിച്ചെടുക്കാൻ കഴിയുമെന്നാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അതിൽ ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ടൊവിനോയുടെ ഷാജിയും മൂറിന്റെ കഥാപാത്രവുമാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. 5 or 6 വയസ്സുള്ള സ്വന്തം മകനോട് ആൺകുട്ടികൾ കരയാൻ പാടില്ല, വേണമെങ്കിൽ അച്ഛനെ അടിച്ചു തോൽപ്പിച്ച് നീ വാങ്ങിക്കോ എന്ന് പറയുന്ന ഒരാളാണ് ഷാജി. പ്രതികാരത്തിന് വന്ന മൂറിന്റെ കഥാപാത്രത്തോട് നീ ഇതെന്ത് കണ്ടിട്ടാണെന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗും ഷാജി പറയുന്നുണ്ട്. അതായത് ശാരീരികമായും സാമ്പത്തികമായും സോഷ്യൽ ക്ലാസിന്റെയും അടിസ്ഥാനത്തിൽ എന്നെക്കാളും താഴെ നിൽക്കുന്ന നിനക്ക് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ പോലും എന്നെ ചോദ്യം ചെയ്യാൻ എന്ത് അവകാശം എന്നാണ് ഷാജി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കള ഉള്ളിൽ നന്നായി ഉറച്ചു പോയിട്ടുള്ള ഒരാളാണ് ഷാജി. സിനിമയിലുടനീളം ഷാജിയുടെ പല പ്രവൃത്തികളിൽ നിന്നും നമുക്കത് വ്യക്തമാണ്. ഉദാഹരണത്തിന് ഷാജി തന്റെ പട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലും സ്നേഹത്തോടെയോ മറ്റോ അല്ല, മറിച്ച് തന്റെ പവർ കാണിക്കാൻ താൻ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു മൃഗം എന്ന രീതിയിൽ മാത്രമാണ്. പക്ഷെ ഇതേ ഷാജി തന്റെ അച്ഛന്റെ മുന്നിൽ പതുങ്ങിയാണ് നിൽക്കുന്നത്. കാരണം സാമ്പത്തികമായി താൻ അച്ഛനേക്കാൾ താഴെയാണ്. അതുകൊണ്ട് തന്നെ അച്ഛന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ മേൽ അധികാരം കാണിക്കാനുള്ള അവകാശമുണ്ടെന്ന് അയാൾ കരുതുന്നു. ഇടയ്ക്കൊക്കെ അത് അയാളെ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ടെങ്കിലും. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ലാലിന്റെ അച്ഛൻ കഥാപാത്രത്തിന്റെ ഉള്ളിലും മറ്റുള്ളവർക്ക് മേൽ അധികാരം സ്ഥാപിക്കാമെന്ന ആ കള ഉറഞ്ഞു പോയിട്ടുണ്ട്. ഒരുപക്ഷെ അച്ഛന്റെ ഈ സ്വഭാവം കൊണ്ടാകാം മകൻ ഇതുപോലെ ആയത്. ഇവരുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് ഇവരുടെ ഈ സ്വഭാവം വലിയ കാര്യമാക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നയാളാണ് ഷാജിയുടെ ഭാര്യ ദിവ്യ. മൂറിന്റെ കഥാപാത്രം ഷാജിയിൽ നിന്നും വ്യത്യസ്തമാണ്, വേണമെങ്കിൽ നേർ വിപരീതമെന്ന് പറയാം. മൂർ തന്റെ പട്ടിയെ തന്റെ പവർ കാണിക്കാനല്ല ഉപയോഗിക്കുന്നത്. മൂറിന് തന്റെ പട്ടി താൻ സ്നേഹിക്കുന്ന സഹോദരനെ പോലെയോ സുഹൃത്തിനെ പോലെയോ ഒക്കെയാണ്. അത് തുടക്കത്തിലെ പാട്ടിലും പിന്നീട് അവരെ കാണിക്കുന്ന സീനിലും നമുക്ക് മനസ്സിലാകും. ഷാജിയുടെ മനസ്സിലെ ആ കള കാരണം ഷാജിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് മൂറിന്റെ കഥാപാത്രവും അവന്റെ പട്ടിയും തമ്മിലുള്ളത്. അതുകൊണ്ടാണ് വളരെ ലാഘവത്തോടെ ഞാൻ വേറൊരു പട്ടിയെ തരാമെന്ന് പറയാൻ ഷാജിക്ക് കഴിയുന്നത്. ഷാജിയെ സംബന്ധിച്ചിടത്തോളം മൂറിന്റെ കഥാപാത്രം ഷാജിയുടെ പട്ടിയെ കൊല്ലുമെന്ന് പറയുമ്പോൾ തന്റെ പട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ പട്ടിയെക്കുറിച്ചോർത്തോ അല്ല അയാൾക്ക് ദേഷ്യം വരുന്നത്. മറിച്ച് തന്നെക്കാൾ എന്തുകൊണ്ടും താഴെ നിൽക്കുന്നു എന്ന് അയാൾ കരുതുന്ന ഒരാൾ തന്റെ പട്ടിയെ കൊന്നാൽ അത് തന്റെ ഈഗോയ്ക്ക് ഏൽക്കുന്ന ഒരു പരിക്കാണെന്ന ചിന്ത മാത്രമാണ് അയാളുടെ ദേഷ്യത്തിന്റെ കാരണം. മൂറിന്റെ കഥാപാത്രത്തിന് ഇതറിയാം. നമുക്ക് തുടക്കത്തിലെ ഊഹിക്കാം അവൻ വന്നത് ഷാജിയുടെ പട്ടിയെ കൊല്ലാനല്ല, മറിച്ച് ഷാജിക്കുള്ളിലെ ആ കള പറിക്കാനാണെന്ന്. അവനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഏക വഴി ഷാജിയെ ഫിസിക്കലി കീഴടക്കി ഒന്നുമല്ലാതാക്കി മാറ്റി തന്റെ മുന്നിൽ ചുരുട്ടിക്കൂട്ടിയിടുന്നത് മാത്രമാണ്. താനും തന്റെ പട്ടിയും തമ്മിലുള്ള ആ ആത്മബന്ധം മനസ്സിലാക്കാൻ കഴിയാതെ പട്ടിയെ കൊന്ന് വളരെ ലാഘവത്തോടെ അതിനെ ന്യായീകരിക്കുന്ന ഷാജി അവന്റെ കാഴ്ചപ്പാടിൽ അവരെ ആക്രമിക്കാൻ വന്ന ഒരു പന്നിയെ പോലെയാണ്. ആ പന്നിയെ കീഴടക്കി അതിന്റെ ഉള്ളിലെ കള പറിക്കാൻ കരുതിക്കൂട്ടി വന്നത് തന്നെയാണ് അവൻ. അവർ തമ്മിലുള്ള അടി ഒരു അമാനുഷിക ലെവലിലേക്ക് മാറുന്നുണ്ട്. സാധാരണ 2 മനുഷ്യർ അങ്ങനെ ഒരു അടിപിടി സർവൈവ് ചെയ്യില്ല. അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കാം സംവിധായകൻ അത് ചെയ്തത്. കാരണം നമ്മൾ അവിടെ ഡയറക്റ്റായി കാണുന്നത് 2 പേർ തമ്മിലുള്ള അടിയാണെങ്കിലും അവിടെ ശരിക്കും സംഭവിക്കുന്നത് 2 ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. മുകളിൽ നിൽക്കുന്ന തനിക്ക് തന്നെക്കാൾ താഴെ നിൽക്കുന്നയാളെ വെറും കീടത്തെ പോലെ കാണാമെന്നൊരാളുടെ ചിന്തയും ആ ചിന്തയെ പറിച്ചു കളഞ്ഞേ പോകൂ എന്ന എതിരാളിയുടെ വാശിയും തമ്മിലുള്ള പോരാട്ടം. ഷാജി എന്ന കള എത്ര തന്നെ കയറി ആക്രമിച്ചിട്ടും എത്ര തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും മൂറിന്റെ കഥാപാത്രത്തെ കൊല്ലാൻ പറ്റാത്തതിന്റെ കാരണം ആ വാശി അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മൂറിന്റെ കഥാപാത്രത്തെ നയിക്കുന്നത് തന്റെ പട്ടിയോടുള്ള സ്നേഹമാണ്. എന്നാൽ ഷാജിയെ നയിക്കുന്നത് വലിയവനാണെന്നുള്ള ഈഗോയും ഫ്രസ്ട്രേഷനും ചില മിഥ്യാബോധങ്ങളുമാണ്. താൻ ആൽഫാമേലാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വെമ്പുന്നയാളാണ് ഷാജി. ഷാജിയുടെ ഓരോ പെരുമാറ്റത്തിലും നമുക്കത് കാണാൻ കഴിയും. മൂറിന്റെ കഥാപാത്രത്തിന്റെ വേദനയിൽ നിന്നും നഷ്ടത്തിൽ നിന്നും വരുന്ന വാശിക്ക് മുന്നിൽ ഷാജിയുടെ ആൽഫാമേൽ ഈഗോയൊക്കെ തകർന്നടിഞ്ഞു പോകുന്നതും ഷാജിക്കുണ്ടാകുന്ന തിരിച്ചറിവുമാണ് സിനിമ കാണിക്കുന്നത്. ഷാജി തന്റെ മകനോട് പറഞ്ഞത് തെറ്റാണെന്ന് ഷാജിക്കും പ്രേക്ഷകർക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ് മൂറിന്റെ കഥാപാത്രം. ഈ കഥാപാത്ര സൃഷ്ടികളും അവരിലൂടെ ഇൻഡയറക്റ്റായി പ്രസന്റ് ചെയ്ത തീമും വളരെ എഫക്റ്റീവായാണ് വ്യക്തിപരമായി അനുഭവപ്പെട്ടത്. തീമിലും കഥാപാത്ര സൃഷ്ടിയിലും തോന്നിയ ചെറിയൊരു നെഗറ്റീവ് അവസാനമുള്ള ഷാജിയുടെ ഭാര്യയുടെ പെരുമാറ്റമാണ്.
തന്റെയും കുട്ടിയുടെയും മുന്നിൽ പോലും പച്ചക്കള്ളം പറയുന്ന, തെറ്റ് സ്വന്തം ഭാഗത്തായിട്ടും മറ്റൊരാളെ അടിച്ചുകൂട്ടുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ് തന്റെ ഭർത്താവ് എന്ന തിരിച്ചറിവാണ് അവളെ ഒടുക്കം മാറ്റി ചിന്തിപ്പിക്കുന്നതെന്ന് നമുക്ക് കരുതാം. പക്ഷേ ആ കഥാപാത്രത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ അത്ര വിശ്വസനീയമായി വന്നില്ല എന്നാണ് തോന്നിയത്. ഭാര്യയെയും മകനെയും സ്നേഹിക്കുന്ന ഒരാളായി തന്നെയാണ് ഷാജിയെ കാണിക്കുന്നത്. അതിൽ തൃപ്തയായ ഒരാളായാണ് വിദ്യയെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ഭർത്താവിനെ മറ്റൊരാൾ വീട്ടിൽ കയറി ആക്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മറ്റേയാളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് ഭർത്താവിനെ കുറ്റക്കാരനായി അവൾ കാണുന്നത് അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല. സിംബോളിക്കായി അതിനെ നമുക്ക് ന്യായീകരിക്കാമെങ്കിലും അഭിനയത്തിലേക്ക് വന്നാൽ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ടോവിനോയും മൂറും അവരുടെ കഥാപാത്രങ്ങളെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇത്രയും നീണ്ടു നിൽക്കുന്ന ഇന്റൻസ് ആയിട്ടുള്ള വിശ്വസനീയമായ ഫൈറ്റ് സീക്വൻസ് മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അത് മികച്ചതാക്കുന്നതിൽ രണ്ടുപേരും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. മറ്റുള്ളവരെ അടിച്ചു കീഴടക്കി ഒന്ന് രണ്ട് മാസ് ഡയലോഗ്സ് അടിക്കുന്ന ഹീറോ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ എളുപ്പം. എന്നാൽ അടി കൊണ്ടും കൊടുത്തും ഒടുക്കം ഒരു കൊച്ചു പയ്യന്റെ മുന്നിൽ ഒന്നുമല്ലാതായി ടോയ്ലറ്റിൽ പതുങ്ങിയിരിക്കുന്ന തരം കഥാപാത്രങ്ങൾ മുൻനിര നായകന്മാർ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമകളിൽ വിരളമായിരിക്കും. ഈ മാറ്റമൊക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. മേക്കിങ്ങിലേക്ക് വന്നാൽ സിനിമയുടെ മൊത്തത്തിലുള്ള മേക്കിംഗ് മികച്ചതായി തോന്നി. പ്രത്യേകിച്ച് ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന രീതിയൊക്കെ. ക്യാമറയും സൗണ്ട് എഫക്ട്സും എഡിറ്റിംഗും ഉപയോഗിച്ച് വിഷ്വൽസ് ഇന്റൻസ് ആക്കിയിട്ടുണ്ട് സിനിമയിൽ. ഇത് എടുത്തു പറയാനുള്ള കാരണം സിനിമയിൽ ഡയലോഗ്സ് വളരെ കുറവാണ്. അത്രയും ലോങ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് പിരിമുറുക്കത്തിൽ അയവ് വരുത്താതെ ത്രൂ ഔട്ട് നിലനിർത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കഴിഞ്ഞത് ടെക്നിക്കൽ സൈഡിന്റെയും മേക്കിങ്ങിന്റെയും മികവ് തന്നെയാണ്. ഓരോ സിനിമ കഴിയുമ്പോഴും തന്റെ സിനിമയിലെ നരേഷൻ മാറ്റി പരീക്ഷിക്കാനുള്ള രോഹിത് വിഎസിന്റെ ശ്രമം അഭിനന്ദനാർഹമാണ്. സ്വാഭാവികമായും സിനിമയിലെ മുഴുനീള ആക്ഷനും വയലൻസും ഇഷ്ടമല്ലാത്തവർക്ക് ഈ സിനിമ അത്ര രസിക്കണമെന്നില്ല. എന്നാൽ അങ്ങനെ അല്ലാത്തവർക്ക് മികച്ചൊരു അനുഭവം നൽകുന്ന സിനിമയാണ് കള. പതിവ് മലയാളം സിനിമകളിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്ന്. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.